തച്ചന്റെ ഗ്രാമം പേരും തച്ചന്റെ എല്ലാ കോണും ഈ ഗാനം കേട്ടാൽ നൃത്തം ചെയ്യും. പാട്ടിൽ പറയുന്നത് പോലെ പുലിയന്നൂർ ഗ്രാമം തച്ചന്റെ തട്ടകമെങ്കിൽ ഇത് നമ്മുടെ ഗോപിമാഷിന്റെ തട്ടകമാണ്. അവിടെ പെരുന്തച്ചൻ തച്ചുശാസ്ത്രത്തിലെ അടവാണ് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ നാട്യശാസ്ത്രത്തിലെ എല്ലാ അടവുകളും പഠിപ്പിച്ചിരുന്നത് കലാമണ്ഡലം ഗോപിമാഷാണ്, നമ്മുടെ സ്വന്തം ഗോപിമാഷ്. നമസ്കാരം. ശ്രീ കലാമണ്ഡലം ഗോപിനാഥ് മാഷിന്റെ ശിഷ്യർ ഒത്തുചേർന്ന് നടത്തുന്ന ഗോപി വസന്തം ഫോക്ക് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം. 80-90 കാലഘട്ടങ്ങളിൽ കേരളത്തിലെ സ്കൂൾ, കോളേജ്, യുവജനോത്സവ വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു ശ്രീ കലാമണ്ഡലം ഗോപിമാഷിന്റെ നാടോടി നൃത്തങ്ങളും സംഘനൃത്തങ്ങളും. ധാരാളം പ്രശംസകളും അംഗീകാരവും നേടിയിട്ടുള്ളവയാണ് അവയെല്ലാം തന്നെ. മലയാള തനിമയുള്ള കാവ്യാത്മകമായ മാഷിന്റെ വരികൾക്ക് ശബ്ദവും ഈണവും നൽകിയിരുന്നത് കേരളം മുഴുവൻ അറിയപ്പെട്ടിരുന്ന പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ തൃശൂർ ഗോപിമാഷാണ്. നൃത്തത്തിനും സംഗീതത്തിനും തുല്യ പ്രാധാന്യം നൽകിയിരുന്ന ഗോപിമാഷിന്റെ എല്ലാ നാടോടി നൃത്തങ്ങളും ഇന്നും സഹൃദയ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗോപിമാഷിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ശിഷ്യർ ഇന്ന് വീണ്ടും അവയിൽ ചില നാടോടി നൃത്തങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഗുരുനാഥനുള്ള ദക്ഷിണയായി പറയിൽ വെച്ച പന്തീരുകുലത്തിലെ പെരുന്തച്ചൻ. അദ്ദേഹത്തിന്റെ മുഴുവൻ കഥകളും ഓരോ വരികളിലായി കൊത്തിവെച്ചിരിക്കുകയാണ് ഗോപിമാഷ്. പെരുന്തച്ചനും മകനുമായി ആദ്യമായി ഏറ്റുമുട്ടുന്ന മരപ്പാവയുടെ കഥ. വെള്ളത്തിൽ നിന്ന് മുങ്ങി എഴുന്നേറ്റ് ആഞ്ഞു തുപ്പുന്ന പെരുന്തച്ചന്റെ പാവയ്ക്ക് മറുപടിയായി മുഖത്തടിക്കുന്ന മകൻ നിർമ്മിച്ച പാവയുടെ കഥയും ചെറിയ വരികളിൽ ഒതുക്കിയിട്ടുണ്ട്. മകൻ തന്നേക്കാൾ വലുതാവുന്നതിൽ അമർഷം പൂണ്ട പെരുന്തച്ചന്റെ പ്രതികാരത്തോടെ കഥ അവസാനിക്കുന്നു. രംഗത്ത് മാഷിന്റെ ശിഷ്യൻ സെന്റ് ജാൻസൺ. നിരവധി യുവജനോത്സവ വേദികളിൽ സമ്മാനനായ സെന്റ് ഇപ്പോൾ ഇടപ്പള്ളിയിലെ സെന്റ് ഡാൻസ് സ്റ്റുഡിയോയുടെ ഡയറക്ടറും അറിയപ്പെടുന്ന യുവ നർത്തകനുമാണ്. പെരുന്തച്ചൻ സൗന്ദര്യം സന്തുഷ്ട ഗ്രാമം ഉളിയന്നൂർ ഗ്രാമം തച്ചന്റെ ഗ്രാമം പേരും തച്ചന്റെ ഗ്രാമം പേരും തച്ചന്റെ ഗ്രാമം. തച്ചന്റെ പണിപ്പുര ചാരത്താണേ തട്ടും മുട്ടും കേൾക്കാം ചെവിയോർക്കുവിൻ. വട്ടത്തിൽ നീളത്തിൽ ചതുരത്തിൽ കുളം തീർത്ത തച്ചന്റെ പ്രാഗൽഭ്യം കേട്ടിട്ടില്ലേ? തച്ചന്റെ പ്രാഗൽഭ്യം കേട്ടിട്ടില്ലേ? ഗതിമാറ്റി ഒഴുക്കിയ പുഴ കടന്നെത്തുവാൻ വലിയൊരു മരപ്പാലം തീർത്തു തച്ചൻ. എതിരെ വരുന്നോന്റെ മുഖത്താഞ്ഞു തുപ്പുവാൻ മെരുക്കിയ മരപ്പാവ ഒരുങ്ങി നിന്നു. പേരും തച്ചൻ ഒരുക്കിയ മരപ്പാവ ഒരു ദിനം അടിയേറ്റു പതിതനായി വീണുപോയി. പെരിയധികാരി തൻ മകനാണെന്നറിഞ്ഞപ്പോൾ ഹൃദയം തകർന്നു പോയി തച്ചനെന്ന്. ക്ഷതമേറ്റ അപമാന ഭാരത്താൽ പോകുന്ന തച്ചനെ നോക്കി ചിരിച്ചു പുത്രൻ. തച്ചനെ നോക്കി ചിരിച്ചു പുത്രൻ. ഇനിയാണ് കഥ തുടങ്ങുന്നത്. പെരുന്തച്ചനൊരെതിരാളി മറ്റാരുമല്ല, സ്വന്തം മകൻ തന്നെ.
ശാസ്ത്രങ്ങളിൽ തച്ചനെ ജയിക്കുവാൻ മറ്റൊരു പേരും തച്ചൻ ജനിച്ചുകൂടാ. മനസ്സിൽ നിറഞ്ഞൊര കൊടിയ പകയോടെ തച്ചൻ തരം നോക്കി കാത്തിരുന്നു. ശില്പങ്ങൾ പണിയുന്ന പുത്രന്റെ ഗളം നോക്കി വീതുളി മെല്ലെ പിടിച്ചു തച്ചൻ. ഹാ കഷ്ടം, വീതുളി കൈവിട്ടു വീണുപോയി, വീതുളി കൈവിട്ടു വീണുപോയി. പുത്രൻ മരിച്ചുപോയി, കുലവും നശിച്ചുപോയി. പുത്രൻ മരിച്ചുപോയി, കുലവും നശിച്ചുപോയി. തച്ചൻ പെരുന്തച്ചൻ തന്നെ, തച്ചൻ പെരുന്തച്ചൻ തന്നെ, തച്ചൻ പെരുന്തച്ചൻ തന്നെ. ഗ്രാമീണ സൗന്ദര്യം സന്തുഷ്ട ഗ്രാമം, ഉളിയന്നൂർ ഗ്രാമം, തച്ചന്റെ ഗ്രാമം, പേരും തച്ചന്റെ ഗ്രാമം, പേരും തച്ചന്റെ ഗ്രാമം, പേരും തച്ചന്റെ ഗ്രാമം, പേരും തച്ചന്റെ ഗ്രാമം. ഗ്രാമീണ സൗന്ദര്യം സന്തുഷ്ട ഗ്രാമം, ഉളിയന്നൂർ ഗ്രാമം, തച്ചന്റെ ഗ്രാമം, പേരും തച്ചന്റെ ഗ്രാമം, പേരും തച്ചന്റെ ഗ്രാമം.